മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റ് യുവ നടിയുടെ പരാതിയിൽ. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പീഡനക്കേസിലാണ് സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നത് എന്ന വിവരവും കിട്ടുകയാണ്. യുവ നടിയുടെ പരാതിയിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. സായി കുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സായി, എന്താണ് പരാതി? മാധു, ഇത് പുതിയൊരു പരാതിയാണ്, നേരത്തെയുള്ള പരാതിയല്ല. ഒരു യുവനടി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ യാത്രാമധ്യേ തൊടുപുഴയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തൊടുപുഴയിലേക്ക് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് ഉടൻ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SP നൽകിയ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ തൊടുപുഴ പോലീസ് സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അദ്ദേഹം യാത്രയിലായിരുന്നു. ആ യാത്രക്കിടെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാസങ്ങൾക്ക് മുൻപേ നൽകിയ പരാതിയിലാണ്, അതിൽ അന്വേഷണം നടത്തുകയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് സംഘം നീങ്ങിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ 2 പരാതികളാണ് രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്നത്. ബംഗാൾ ഈ നടി ഇത് സമാനമായ രീതിയിലുള്ള ഒരു പരാതി രഞ്ജിത്തിനെതിരെ നൽകിയിരുന്നത്. അത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. ഇത് ആ പരാതിയിലല്ല, ഇത് പുതിയൊരു പരാതിയിലാണ് രഞ്ജിത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പരാതി, ആദ്യം നൽകിയ പരാതിയിലാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനമടക്കം ഒഴിയേണ്ടി വന്നത്. അത് വലിയ വിവാദവുമായിരുന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ ഈ ഒരു പുതിയ പരാതി. ഇത് എപ്പോൾ സംഭവിച്ചത് എന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും യാത്രക്കിടെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ എന്നാണ് ഈ പരാതി പോലീസിന് നൽകിയത് എന്ന് വിവരമുണ്ടോ ഷാബാസ്? ഈ പരാതി നൽകിയതെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഈ കൊച്ചിയിൽ വെച്ച് തന്നെയാണ് യുവനടി പീഡിപ്പിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് ഈ യുവനടി പോലീസിൽ പരാതി നൽകുകയും ഒപ്പം പോലീസ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക അടക്കമുള്ള നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നടത്തി വരികയായിരുന്നു. അതീവ രഹസ്യമായിരുന്നു പോലീസിന്റെ ഓരോ നീക്കങ്ങളും നടന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പിന്നീട് ഇന്ന് രഞ്ജിത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തൊടുപുഴ സ്റ്റേഷന്റെ പരിധിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു കസ്റ്റഡിയിൽ എടുക്കൽ ഉണ്ടാകുന്നത്. തൊടുപുഴ സ്റ്റേഷൻ പരിധിയിൽ വെച്ച തൊടുപുഴ പോലീസാണ് ഇയാളെ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പരാതിയെക്കുറിച്ച് രഞ്ജിത്തിന് ബോധ്യമുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും അത് പരാതിയെക്കുറിച്ച് രഞ്ജിത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു പരാതി വന്നത് രഞ്ജിത്ത് അറിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം രഞ്ജിത്ത് നടത്തിയത്. അതിനിടയിൽ വെച്ചാണ് തൊടുപുഴയിൽ ഈ പോലീസ്, കൊച്ചി സിറ്റി പോലീസ് കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിൽ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നു. നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്താനായി കൊച്ചി സിറ്റി പോലീസ് തൊടുപുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന വിവരമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ പരാതിയാണ്. നമ്മൾ മുൻപ് രഞ്ജിത്തിനെ പറ്റി വന്ന പരാതികളൊക്കെ ചർച്ച ചെയ്തതും അതിൽ പല നടപടികളും കണ്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ പുതിയൊരു നടിയാണ്, യുവനടിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ കൊച്ചി പരിധിയിൽ വെച്ചാണ് പീഡനം നടന്നത്, ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവങ്ങൾ നടന്നത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഈ യുവനടിയെ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്ന പരാതിയാണ് പോലീസിൽ യുവനടി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഈ നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടത്തിയിരുന്നു. അതീവ രഹസ്യമായിരുന്നു പോലീസിന്റെ ഓരോ നീക്കങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നത്. പിന്നീട് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയ രഞ്ജിത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുകയായിരുന്നു. അങ്ങനെ തൊടുപുഴ വഴി രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് കൊച്ചി സിറ്റി പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ പോലീസ് ഈ കാറിൽ വെച്ചുകൊണ്ട് ഇവരെ കണ്ടെത്തുകയും പിന്നീട് ഈ വാഹനത്തിൽ വെച്ച് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നു. എന്നാലും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന തുടർ നടപടികൾക്കായി കൊച്ചി സിറ്റി പോലീസ് തൊടുപുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വലിയൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഈ അടുത്തു തന്നെയാണ് പീഡനം നടന്നത് എന്നാണ് യുവനടി പരാതിയിൽ പറയുന്നത്. കൊച്ചി പരിധിയിൽ തന്നെയാണ് പീഡനം നടന്നത്. അറിഞ്ഞുകൊണ്ടാണോ ഈ തൊടുപുഴ പോലീസിലേക്ക് വിവരം നൽകിയത്? തീർച്ചയായും അതും രഞ്ജിത്ത് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് സ്ഥലം വിട്ടു അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് പോയി എന്ന പോലീസിന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം പോലീസ് നടത്തിയത്. പിന്നീട് എല്ലാ സ്റ്റേഷനുകളിലേക്കും മെസ്സേജ് കൊടുത്ത് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ ആളെ കണ്ടാൽ തടയണം എന്നൊരു വിവരം മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറുകയായിരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സംശയാസ്പദമായിക്കൊണ്ട് തൊടുപുഴയിൽ വെച്ചുകൊണ്ട് രഞ്ജിത്തിനെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും പിന്നീട് പോലീസ് തടഞ്ഞു വെക്കുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. അങ്ങനെയാണ് രഞ്ജിത്ത് പിടിയിലാവുന്നത്.
ഈ പരാതി വന്നതറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു രഞ്ജിത്ത് നടത്തിയിരുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഞ്ജിത്തിന് ലഭിച്ചിരുന്നു. പിന്നീട് ഈ പോലീസിന്റെ നടപടികളൊക്കെ രഞ്ജിത്ത് അറിഞ്ഞിരുന്നു. അങ്ങനെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ അറസ്റ്റിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ രഞ്ജിത്ത് ഒരു ശ്രമം നടത്തിയത്. പിന്നാലെ തന്നെ പോലീസ് ഇത് മനസ്സിലാക്കുകയും കൃത്യമായ വിവരങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലേക്കും കൈമാറുകയുമായിരുന്നു. അങ്ങനെയാണ് രഞ്ജിത്ത് ഇന്ന് തൊടുപുഴയിൽ വെച്ച് പിടിയിലാവുന്നത്. തൊടുപുഴ സ്റ്റേഷന്റെ ഏകദേശം അകലെ, ഒരു കിലോമീറ്ററുകൾ അകലെ വെച്ചാണ് രഞ്ജിത്ത് പിടിയിലാവുന്നത്. മറ്റേതോ സ്ഥലത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ രഞ്ജിത്ത് കൊച്ചിയിൽ നിന്ന് വിട്ടിരുന്നു. പിന്നീട് ഒരു സുഹൃത്തിന്റെ കാറിലാണ് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ സുഹൃത്തിന്റെ വാഹനത്തിൽ വെച്ച് തന്നെയാണ് തൊടുപുഴയിൽ വെച്ച് പോലീസ് രഞ്ജിത്തിനെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും പിന്നീട് അറസ്റ്റിലേക്കടക്കം കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയിലേക്കടക്കം കടക്കുകയും ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ വെച്ച് തന്നെയാണ് ഈ യുവനടിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. തുടർ പരാതികളാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്ത് ബംഗാളി നടി ഇദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിച്ചു, മോശമായി പെരുമാറാനുള്ള ശ്രമമുണ്ടായെന്ന് അടക്കമുള്ള ആരോപണം ഉന്നയിച്ചു. അന്നൊക്കെ അദ്ദേഹം ഈ പറയുന്നത് പോലെ മുൻപുണ്ടായ സംഭവങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഒരു പുതിയ പരാതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഗൗരവതരമാണ് ആരോപണം. സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ഒരു യുവനടിയുടെ പരാതിയിലാണ്. രഞ്ജിത്ത് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഈ പരാതിയുടെ ഗൗരവം എത്രത്തോളമാണ്? ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായും പീഡനം ഉണ്ടായി എന്നുള്ളത് തന്നെയാണോ? മാധു, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. മാധു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ 2 പരാതികളായിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്നിരുന്നത്. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനൊപ്പം തന്നെ ബംഗാളി നടിയുടെ പരാതിയും ഉയർന്നു വന്നിരുന്നു. അന്നൊക്കെ രഞ്ജിത്ത് ന്യായീകരിച്ചിരുന്നത് ഇത് പഴയ പരാതികളായിരുന്നു എന്നായിരുന്നു. പക്ഷേ ഇത് യുവനടിയുടെ പരാതി. ആ പരാതിയിൽ ഒരാഴ്ച മുൻപ് പോലീസ് പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ രഞ്ജിത്തിനെതിരെയുള്ള തെളിവുകൾ, ഈ സംഭവം നടന്ന ദിവസങ്ങളിൽ രഞ്ജിത്തിന്റെ ലൊക്കേഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഒരാഴ്ചയായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു രഞ്ജിത്ത് ഉണ്ടായിരുന്നത്. കൊച്ചി സിറ്റി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു രഞ്ജിത്ത് ഉണ്ടായിരുന്നത് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത് കൊച്ചിയിൽ നിന്നും തൊടുപുഴ വരെ യാത്ര ചെയ്യുന്ന വിവരം തൊടുപുഴ ആദ്യം IG ആണ് പോലീസ് അറിയിച്ചത്. അതിനുശേഷം IG-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടുക്കി പോലീസിന് ഇത്തരത്തിൽ തൊടുപുഴ പോലീസിന് നിർദ്ദേശം നൽകിയത്. രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ അല്പസമയത്തിനുള്ളിൽ ഈ കൊച്ചി സിറ്റി പോലീസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും കൊച്ചി സിറ്റി പോലീസ് യാത്ര തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കൊച്ചി സിറ്റി പോലീസ് തൊടുപുഴയിലെത്തും. അതിനുശേഷം രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. തൊടുപുഴ യാത്ര ചെയ്യുന്ന വഴിയിലാണ് തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള പരാതിയാണ്, യുവനടി നൽകിയിരിക്കുന്ന വളരെ ഗൗരവമുള്ള ലൈംഗിക പീഡന പരാതിയാണ്. ആ പരാതിയിലാണ് രഞ്ജിത്തിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാർ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നോ? മാധു, നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അങ്ങനെയാണ്. അതായത് രക്ഷപ്പെടാൻ രഞ്ജിത്ത് ശ്രമിച്ചു എന്നൊരു ഭാഷ്യമാണ് പോലീസ് നൽകുന്നത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ രഞ്ജിത്തിനെ പിടികൂടുകയായിരുന്നു. സുഹൃത്തിന്റെ കാറിൽ നിന്നും പിടികൂടുകയായിരുന്നു. സുഹൃത്തിന്റെ കാറിലാണ് രഞ്ജിത്ത് പോയിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കാറിൽ നിന്നും ഇയാളെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അല്പസമയം മുൻപെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നിലവിൽ പ്രാഥമികമായി തൊടുപുഴ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൊച്ചി സിറ്റി ലിമിറ്റിലെ പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ അന്വേഷണ സംഘം അവിടെ എത്തിയ ശേഷം രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകുക. ഏതായാലും കഴിഞ്ഞ ഒരാഴ്ചയായി രഞ്ജിത്ത് പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു. നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വളരെ രഹസ്യമായി തന്നെയാണ് പോലീസ് ഈ നീക്കം നടത്തിയത്. പോലീസ്